ഹലോ, ദിസ് ഇസ് കാങ്കറു മദർ ആൻഡ് ചൈൽഡ്. അമ്മയുടെയും കുട്ടിയുടെയും എല്ലാ വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് നമ്മൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് എങ്ങനെ വീട്ടിൽ ചെയ്യാം അഥവാ സ്വന്തമായി ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രഗ്നൻസി ടെസ്റ്റിലൂടെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്നറിയാൻ സാധിക്കുന്നത്? പ്രഗ്നൻ്റ് ആണ് എന്നറിയുവാനായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഇതേ സമയം എക്സിജി എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് നിങ്ങളുടെ യൂറിനിലും അതേപോലെ തന്നെ ബ്ലഡിലും കാണപ്പെടുന്നു. നിങ്ങൾക്ക് എപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാവുന്നതാണ്? നിങ്ങളുടെ ഓവുലേഷൻ എല്ലാം കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ എല്ലാം സംഭവിച്ചതിന് ശേഷം ഒരു 10 ഡേയ്സ്, അതായത് നിങ്ങളുടെ പീരിയഡ്സിന് ഒരു 10 ഡേയ്സിന് മുൻപുള്ളപ്പോഴും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചിലരിൽ ഇത് പോസിറ്റീവായി കാണിക്കുന്നുണ്ട്, എന്നാൽ മറ്റു ചിലരിൽ ഇത് പോസിറ്റീവ് അല്ലാതെയും കാണിക്കുന്നുണ്ട്. അവർ ഒരു 1 വീക്കിന് ശേഷം, അതായത് നിങ്ങളുടെ പീരിയഡ്സിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് ഒരു 1 വീക്കിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാണുന്നതാണ്. ഇതിൽ കാണുന്നത് പോലെയാണ് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടത്. അതിനായി നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല കമ്പനിയോടെ പ്രഗ്നൻസി പോസിറ്റീവ് ടെസ്റ്റ് കിറ്റ് മേടിച്ച് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സ്വന്തമായി ചെയ്യാം. ഇതിനായി നിങ്ങൾ മോർണിംഗിൽ യൂറിൻ കളക്ട് ചെയ്ത് നിങ്ങൾക്കതിൽ നിന്നും കുറച്ച് ഡ്രോപ്സ് യൂറിൻ എടുത്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് പിക്ചറിൽ കാണുന്നത് പോലെ ഇത് ഒരു യൂറിൻ ടെസ്റ്റ് കിറ്റാണ്. ഇതിൽ കാണുന്ന പോലെ ആ എസ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് യൂറിൻ. അതുപോലെ തന്നെ ഇവിടെ വേറെ 2 ലെറ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. അത് സിയും ടിയുമാണ്, കൺട്രോളും അതുപോലെ ടെസ്റ്റും. നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്ന് അറിയാനായിട്ട് ആ യൂറിൻ അവിടെ ഡ്രോപ്സ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പിങ്ക് ലൈൻ ഈ മാർക്കിലൂടെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുന്നതാണ്. അതിൽ ജസ്റ്റ് ഒരു ലൈൻ കാണിക്കുവാണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് അല്ല എന്നും, 2 ലൈൻ കാണിക്കുവാണെങ്കിൽ പ്രഗ്നൻ്റ് ആണ് എന്നാണ് കൺഫേം ചെയ്യാവുന്നതാണ്. ചില ടെസ്റ്റ് കാർഡിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് കൺഫേം ആക്കാൻ കുറച്ച് നേരം ടൈം എടുക്കുന്നതാണ്. നിങ്ങൾക്ക് മാക്സിമം ഒരു 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷമുള്ള റിസൾട്ടെല്ലാം ഫോൾസ് റിസൾട്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ലേറ്റായി കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് കൺഫേം ആക്കാൻ സാധിക്കുന്നതല്ല. അതിന് പകരമായിട്ട് വേറൊരു പുതിയ ടെസ്റ്റ് കാർഡ് മേടിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് പിന്നെയും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ടെസ്റ്റ് കിറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾ പാലിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് റിസൾട്ട് വൈകുവാണ്, ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോൾസ് ആയിട്ടുള്ളൊരു റിസൾട്ടായിരിക്കും. ചിലരിൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് ആ റിസൾട്ട് ചെക്ക് ചെയ്ത സ്ട്രിപ്പ് നോക്കുമ്പോൾ കാണാം പ്രഗ്നൻ്റ് ആണ് പോസിറ്റീവായിട്ട് ചിലതിൽ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഫോൾസ് ആയിട്ടുള്ളൊരു റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ സാമ്പിൾ യൂസ് ചെയ്ത് മാത്രം ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ശരീരത്തിൽ ബീറ്റ എക്സിജി എന്ന ഹോർമോണിൻ്റെ അളവ് കൂടുന്നതേ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഈ കോൺസെൻട്രേറ്റഡ് യൂറിൻ സാമ്പിൾ എടുത്താൽ മാത്രം, അതായത് 1-2 മണിക്കൂർ വെള്ളം കുടിക്കാതിരുന്നിട്ട് നിങ്ങൾ കളക്ട് ചെയ്യുന്ന യൂറിൻ അതെടുത്ത് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ പോസിറ്റീവ് എന്നുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണിക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും അപ് ടു ഡേറ്റ് വീഡിയോസിനായിട്ട് ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.